ഓഫാണ് ക്ലാമ്പ് മീറ്റർ. നമുക്ക് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ഇതിൽ നമുക്ക് DC നമ്മളിപ്പോൾ ഒരു ഇൻവെർട്ടറിൻ്റെ ഇൻസുലേഷനാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ഒന്ന് ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യണം, രണ്ടാമത് കറണ്ട് ചെക്ക് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ഓഫാണുള്ളത്. NCV എന്ന് വെച്ചാൽ നോൺ കോണ്ടാക്റ്റ് വോൾട്ടേജ് മെഷർമെൻ്റ് എന്നാണ്. ഇത് എന്തെങ്കിലും പവർ പോകുന്ന ലൈനിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ വരും. പിന്നെ ഇത് AC കറണ്ടും DC കറണ്ടുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ഇതും പിന്നെ AC വോൾട്ടേജ്, ഇത് DC വോൾട്ടേജ്, ഇങ്ങനെ രണ്ട് സെലക്ഷനാണുള്ളത്. നമുക്ക് ഇതിൽ ഇത് മൂന്നും നമുക്ക് ആവശ്യമുള്ള ഏരിയ ആണ്. പിന്നെ കണ്ടിന്യൂറ്റി ചിലപ്പോൾ ആവശ്യമുണ്ടാവും, ബാക്കിയുള്ളത് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് AC DC കറണ്ട് എടുക്കുക? നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ കാണിക്കുന്നത് DC എന്നാണ്. അപ്പോൾ നമുക്ക് AC ആക്കണമെങ്കിൽ ഈ സെലക്ഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ AC എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അല്ലേ. AC എന്ന് കാണിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് വേണ്ടത് DC മെഷർ ചെയ്യാനായതുകൊണ്ട് സെലക്ഷൻ പ്രസ് ചെയ്തിട്ട് DC ആക്കാം. പക്ഷെ ഇപ്പോൾ ഇവിടെ 38 ആംപിയർ എന്ന് കാണിക്കുന്നത് ഇപ്പോൾ തെറ്റാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഈ റിലേറ്റീവ് ഇത് ബട്ടൺ പ്രസ് ചെയ്താൽ 0 വരും. ഓക്കെ, ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് 0 ആവും. അതിന് ശേഷം നമ്മൾ കറണ്ട് ചെക്ക് ചെയ്യണം. ഇനി ബാറ്ററീൻ്റെ വയർ ഇത് രണ്ടുമാണെന്ന് വിചാരിക്കും. ഇത് രണ്ടുമാണ് ഒന്ന് ചെക്ക് ചെയ്യും, കറണ്ട് ചെക്ക് ചെയ്ത് കാണിക്കും. ഇത് തെറ്റായിട്ടുള്ള ഓപ്പറേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഡയറക്ഷൻ പ്ലസ് ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മറ്റേത് മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അതിൽ ഒരിക്കലും ഇങ്ങനെയല്ല പ്രസ് ചെയ്യേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കണക്ട് ചെയ്യേണ്ടത്. എടുക്കുക, ഏതെങ്കിലും ഒന്ന് മാത്രമാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് കറണ്ട് മെഷർ ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ അവിടെ ഫീൽഡിൽ പോകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ഇത് ക്ലിയർ അല്ലേ? കറണ്ട് മെഷർ ചെയ്യുന്നത് ഏതെങ്കിലും ഒന്നിലേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. AC ആണെങ്കിലും DC ആണെങ്കിലും രണ്ടിലും ഫേസ് ന്യൂട്രലും കൂടി ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യരുത്. ഏതെങ്കിലും ഒന്നിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അപ്പോൾ 0 ആക്കാനുള്ളത് സ്വിച്ച് മനസ്സിലായി, സെലക്ഷൻ മനസ്സിലായി. പിന്നുള്ളത് AC വോൾട്ടേജ്. നമുക്ക് 230 വോൾട്ടൊക്കെ വരുന്നുണ്ടോ നോക്കണമെങ്കിൽ ACയിലിടുക. ഇത് രണ്ടും കറക്റ്റായിട്ട് കോമണിൽ ബ്ലാക്കും മറ്റേ റെഡും കണക്ട് ചെയ്യുക. എന്നിട്ട് മൾട്ടിമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് AC വോൾട്ടേജ് മെഷർ ചെയ്യാം. ഓക്കെ, DC ആണെങ്കിൽ DCയിലേക്ക് എടുക്കുക, DC വോൾട്ടേജ് എടുക്കുക. അഥവാ എന്തെങ്കിലും വാല്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. മെയിനായിട്ട് ക്ലാമീറ്ററിനാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ചെക്ക് ചെയ്തിട്ട് DC വോൾട്ടേജ് മെഷർ ചെയ്യാം. തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. കറണ്ട് ഇതിലെന്തായാലും ഇല്ല. കറണ്ട് ഇങ്ങനെ AC DC കറണ്ട് ക്ലാമീറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. ക്ലിയർ അല്ലേ പറഞ്ഞത്? വർക്കിംഗ് ക്ലിയർ അല്ലേ? അതിനുശേഷം ഓഫ് ചെയ്തിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ഫുൾ ക്ലാമ്പ് ചെയ്തിട്ടുണ്ടാവണം. എൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവരുത് കേട്ടോ. കറക്റ്റ് കറണ്ട് കിട്ടണമെങ്കിൽ ഇത് ഫുൾ ക്ലിയർ ആയിട്ട് അടഞ്ഞിട്ടുണ്ടാവണം. ഈ ഭാഗം കേട്ടോ ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ടാവണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ.